Hello, good afternoon, everybody. Here I am with you by your social science class. Hopes that you are fine and safe. In the previous class, we have already discussed about the importance of history, and we have gave a, an introduction for the first chapter named A Road to History. Then today in this class, we are just entering to the first chapter, A Road to History. Okay, I think that you are understanding the points very well. Okay, എല്ലാവർക്കും ഇന്നത്തെ സോഷ്യൽ സയൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നു. ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ എ റോഡ് ടു ഹിസ്റ്ററി എന്ന പാഠഭാഗവുമായി, ചരിത്രത്തിലേക്ക് എന്ന പാഠഭാഗവുമായി ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നു. എല്ലാവർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ എ റോഡ് ടു ഹിസ്റ്ററി എന്ന പാഠഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ പ്രാധാന്യം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചർച്ച സംഘടിപ്പിക്കുകയുണ്ടായി. വി ഹാവ് ഡിസ്കസ്ഡ് എ wide discussion about the importance of history and what is meant by history and what is the definition of history. We said that the history means that it is the written records of the history and the past days. കഴിഞ്ഞ ദിവസങ്ങളിലെ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ നാളുകളിലെ റിട്ടൺ റെക്കോർഡ്സിനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്ന് നമ്മൾ പരാമർശിക്കുകയുണ്ടായി. ഓക്കെ, then you please look the page number 7, the first page of your textbook. There you can see the first page named A Road to History. Okay, there you can see the picture of a school. Are you? അവിടെ ഒരു സ്കൂളിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. Okay, it is the picture of a school. This is the picture of a school. You are also studying in such a school, aren't you? Okay, if you are thinking about your school, you will get the picture of your school and you think that you are thinking and you are going to the progress and the history of that school. Okay, you know a lot of facts about your school. Definitely you can understand and you know so much details about your school. Okay, what is the name of your school, in which year it was established, and how much years it has passed from the days of the establishment and etc. Okay, don't you try to write down the details of your school, and first of all you have to try to write the facts and details and the history and the story behind your school. Okay, then what the factors that you have to include in this preparation, in this writing that I am telling you. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഉൾക്കൊള്ളിക്കേണ്ടത് എന്നതാണ് ഞാൻ അടുത്തതായിട്ട് പരാമർശിക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഒരു സ്കൂളിൻ്റെ ചിത്രമാണ് അല്ലേ? എന്നതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിനെ നിങ്ങൾക്ക് മനസ്സിൽ കണ്ടെത്താൻ, അതിൻ്റെ ചിത്രം മനസ്സിൽ കൊണ്ടുവരിക അല്ലേ? ആ സ്കൂളിൻ്റെ വ്യക്തമായിട്ടുള്ള ചരിത്രങ്ങളെക്കുറിച്ച്, അതിൻ്റെ കഴിഞ്ഞുപോയ ഇന്നലകളെക്കുറിച്ച് നമ്മളൊരു അപഗ്രഥനം, ഒരു അനലിറ്റിക്കൽ സ്റ്റഡി നടത്തുകയാണ്. അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് മുന്നേറുന്നതിന് വേണ്ടി, ചരിത്രങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ സ്കൂൾ അനുഭവങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ആ ചരിത്രത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നലകളിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളെ കൃത്യമായി റെക്കോർഡ് ചെയ്തു വെക്കുന്നതിനെയാണ് ചരിത്രമെന്ന്, ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. ദെൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു സ്കൂളിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കിയെടുക്കുന്നതിന് നമുക്ക് ആവശ്യമായത്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദ റെക്കോർഡിംഗ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് എ സ്കൂൾ? ദാറ്റ് വി ആർ ഡിസ്കസിങ് ഫസ്റ്റ്ലി. ഓക്കെ, then first one, it is name of the headmaster and headmistress. What is the name of your school's principal or headmaster? Okay, or then second one, the number of students there, number of teachers there, and the names of teachers. You have so many teachers and there are so many students in the school. Then what is the number of students there and what is the number of the teachers there, and the name of each teacher they are studying you, they are teaching you. Okay, then you have to collect the details about your
a library, laboratory, computer lab facilities? If yes or no. Okay, then availability of playground. Is there playground in your school? And what is the details about the playground? Which facilities are given in the playground? എന്തെല്ലാം സൗകര്യങ്ങളാണ് പ്ലേഗ്രൗണ്ടിൽ ഉള്ളത്? പ്ലേഗ്രൗണ്ട് ഉണ്ടോ, ലബോറട്ടറി ഉണ്ടോ, ലൈബ്രറി ഉണ്ടോ, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാബ്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങളുടെ സ്കൂളിലുണ്ടോ? ഇതെല്ലാം റെക്കോർഡ് ചെയ്യണം. ദെൻ നമ്പർ ഓഫ് ബിൽഡിങ്സ്. ഹൗ മച്ച് ബിൽഡിങ്സ് ആർ ദർ ഇൻ യുവർ സ്കൂൾ? 1, 2, 3 ഓർ എക്സെട്ര എക്സെട്ര. എത്ര ബിൽഡിംഗ് ആണ് ഉള്ളത് എന്നുള്ളത്. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ദ പ്ലേസ് വേർ ദ സ്കൂൾ ഈസ് സിറ്റുവേറ്റഡ്. എവിടെയാണ് നിങ്ങളുടെ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്? സ്ഥലത്തിൻ്റെ പേര്, വില്ലേജിൻ്റെ പേര്, പഞ്ചായത്തിൻ്റെ പേര്, മുനിസിപ്പാലിറ്റിയുടെ പേര്, അല്ലെങ്കിൽ പിന്നെ ജില്ലയുടെ, താലൂക്കിൻ്റെ ഒക്കെ പേരുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം അത് എഴുതുന്നത്. ഡിസ്ട്രിക്ട്, താലൂക്ക്, വില്ലേജ്, സർവേ നമ്പർ. You have to include all these factors in that. Okay, then second one, and the next one, panchayat, municipality or corporation. Your school is situated in a panchayat or municipality or a corporation. These factors has to be included in the preparation of the writing about your school and the history of your school. ഈ കാര്യങ്ങളെല്ലാമാണ് നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് നിങ്ങൾ എഴുതുന്ന ഈ ഒരു കുറിപ്പിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് വെച്ച് ഒരു ബ്രീഫായിട്ടുള്ള ഒരു പാരഗ്രാഫ് തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സ്കൂളിനെ കുറിച്ച് ലഭ്യമായി കൊണ്ടിരിക്കുന്നു അല്ലേ. ഇതേ രീതിയിൽ തന്നെയാണ് ചരിത്രങ്ങളുടെ റെക്കോർഡിങ്, ചരിത്രങ്ങളുടെ കൃത്യമായ പകർത്തിയെഴുത്ത് നടക്കുന്നത് എന്നാണ്. നാളുകൾക്കപ്പുറത്ത് കഴിഞ്ഞുപോയ സംഭവങ്ങളെ സംബന്ധിച്ച്, യുദ്ധങ്ങളെ സംബന്ധിച്ച്, ഇൻസിഡൻസിനെ സംബന്ധിച്ച്, വിവിധങ്ങളായിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് ചരിത്രം അവ നിർമ്മിക്കപ്പെടുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓരോന്നും റെക്കോർഡ് ചെയ്യപ്പെടുമ്പോഴാണ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടൺ റെക്കോർഡ്സ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ചരിത്രത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആവശ്യം. Okay, then the aim, the objective and the focus area that we are giving the importance for the study of history, it is that recording of history. ചരിത്രത്തെ റെക്കോർഡ് ചെയ്തു വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ചരിത്രം പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് തന്നെയാണ് ചരിത്രത്തെ റെക്കോർഡ് ചെയ്തു വെക്കുക എന്നുള്ളത് തന്നെയാണ്. Then you please look the page number 8 there. Prepare a brief report including the data collected and discuss it in your class. Then we have already discussed about the factors that we have to include in our preparation and in our report. Then we have to collect all these and we have to prepare write up a paragraph about our school. Okay, then the next one, the discover and record. കണ്ടെത്തി റെക്കോർഡ് ചെയ്യൂ. എന്തൊക്കെയാണ്? Now let us gather the data on the past of our school. Then now we have discussed about the present situation of the school. Okay, what is the name of headmaster, how much students are there, how much teachers are there, and what are the names of that teachers. These factors we have included in our write-up. Then the next one, it is we have to think about the past days of our സ്കൂൾ. നമ്മുടെ സ്കൂളിൻ്റെ പാസ്റ്റ് ഡേയ്സിനെ, കഴിഞ്ഞുപോയ നാളുകളെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഓക്കെ, വാട്ട് ഇൻഫോർമേഷൻ ടു ബി ഫൗണ്ട് ഔട്ട്. എന്തെല്ലാം ഇൻഫോർമേഷൻസ് ആണ്, എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ്, എന്തെല്ലാം വിവരങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ദെൻ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇൻ വിച്ച് ഇയർ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. നമ്മുടെ സ്കൂള് ഏത് വർഷത്തിലാണ് സ്ഥാപിക്കപ്പെട്ടത്, എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, ഒരു അക്കാഡമിക് ഇയർ എന്ന് തുടങ്ങി, ആദ്യമായിട്ട് ഈ സ്ഥാപനം, ഈ സ്കൂൾ നിലവിൽ വന്നത് എന്നാണ്. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ദെൻ ഫോമർ ടീച്ചേഴ്സ്. സ്കൂളിൽ കഴിഞ്ഞു പോയിട്ടുള്ള, പൂർവ്വകാലത്തുണ്ടായിട്ടുള്ള അധ്യാപകർ ആരെല്ലാം എന്നുള്ളതാണ്. ദെൻ അലുമിനി. അലുമിനി മീൻസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന. നമ്മുടെ സ്കൂളിൽ നിന്ന് പഠനം പൂർത്തീകരിച്ചു പോയ കുട്ടികളുടെ ഒരു അസോസിയേഷൻ. അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള ധാരണയിലെത്തണം. അതുവഴിയായിട്ട് നമുക്ക് സ്കൂളിനെ കുറിച്ചുള്ള ധാരാളം ഡീറ്റെയിൽസ് ലഭ്യമാക്കിയെടുക്കാൻ സാധിക്കും. ദെൻ the next one, buildings at the time of establishment. In the previous one we have counted how many buildings are there in the current situation, in the present situation. Then there will be 3, 4, 5 buildings there. Then how much building was at the time of establishment. സ്ഥാപനം, സ്കൂള് തുടങ്ങുന്ന സമയത്ത്, അതിന് പ്രാരംഭം കുറിക്കുന്ന കാലഘട്ടത്തിൽ എത്ര ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു. ദെൻ ലേറ്റർ ചേഞ്ചസ്. എന്തെല്ലാം മാറ്റങ്ങൾ
സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ, വികാസത്തിൽ, പുരോഗതിയിൽ, ഡെവലപ്മെൻറ്റിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി. കൂടുതൽ ബിൽഡിങ്ങുകൾ ഉണ്ടായി, കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ടായി, കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ടായി. അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ദെൻ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി റെക്കോർഡിംഗ് ഓഫ് ഹിസ്റ്ററി അബൌട്ട് അവർ സ്കൂൾ. ഇത് നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ ബൈ ദീസ് ആൻഡ് ഫ്രം ദിസ് വൺ we can understand the importance of the recording of history. ചരിത്രത്തെ റെക്കോർഡ് ചെയ്തു വെക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഫ്രം വേർ ഡു വി ഗെറ്റ് ദിസ് ഡാറ്റ? ഇതെല്ലാം എവിടെ നിന്നാണ് നമുക്ക് ലഭ്യമാവുന്നത്? നമുക്ക് ഇത്രയും ഡാറ്റാസ് സ്കൂളിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് എവിടെ നിന്നെല്ലാം നമുക്ക് കണ്ടെത്തിയെടുക്കാൻ സാധിക്കും? ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു ടു ഗേദർ സം ഓഫ് ദ ഡാറ്റ യൂസിങ് ദി ഫോളോയിങ് ഹിൻസ്. എന്തെല്ലാം സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്, എന്തെല്ലാം മാർഗങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ കഴിയുന്നത്? അതാണ് താഴെ പരാമർശിക്കുന്നത്. നെയിം ബോർഡ് ഓഫ് ദ സ്കൂൾ. സ്കൂളിൻ്റെ നെയിം ബോർഡിൽ നിന്ന്. ദർ വിൽ ബി എ നെയിം ബോർഡ് ഫോർ യുവർ സ്കൂൾ. What is the name of your school? It is depicting a board that depicts the name of your school. ആ ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഒരുപാട് ഡീറ്റെയിൽസ്. ദെൻ ലൈക്ക് യു നിങ്ങളുടെ സ്കൂളിൻ്റെ നിർമ്മാണോദ്ഘാടനം, അതിൻ്റെ ഇനോഗ്രേഷൻ, അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഫലകം സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ആ ഫലകത്തിൽ നിന്ന് ആര് ഉദ്ഘാടനം ചെയ്തു, ഏത് വർഷത്തിൽ സ്ഥാപിക്കപ്പെട്ടു, ഏത് വർഷത്തിൽ പുനർനിർമ്മാണം നടത്തി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അതിൽ നിന്ന് ലഭ്യമാകുന്ന ഡീറ്റെയിൽസ് ആണ്. ദെൻ സ്കൂൾ ഡയറി ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് history, and from that you can record the facts about the history of the school. Okay, then annual souvenir, attendance registers of previous years. കഴിഞ്ഞ കാലങ്ങളിലെ അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. എത്ര കുട്ടികളുണ്ടായിരുന്നു, നിശ്ചിത വർഷങ്ങളിൽ എത്ര അധ്യാപകരുണ്ടായിരുന്നു, എത്ര കുട്ടികളുണ്ടായിരുന്നു, നിശ്ചിതമായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പെർട്ടിക്കുലർ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ദെൻ അഡ്മിഷൻ രജിസ്റ്ററിൽ നിന്ന് അല്ലേ, ഓരോ കുട്ടിയും സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ, ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ എല്ലാ ഡീറ്റെയിൽസും ആ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൽ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവഴിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അഡ്മിഷൻ രജിസ്റ്ററിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പകർത്തിയെടുക്കാൻ, റെക്കോർഡ് ചെയ്യാൻ സാധ്യമാകുന്നതാണ്. ലെറ്റ് us collect some information orally. To whom shall we approach for this? Then all these collections, all these informations, it is collected from a written record. ഇതെല്ലാം ശേഖരിക്കപ്പെടുന്നത് എഴുതപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നാണ്. ഇതല്ലാതെ നമുക്ക് മറ്റു ചില മാർഗങ്ങളിലൂടെ ഒരുപാട് ഇൻഫോർമേഷൻസ് കണ്ടെത്തിയെടുക്കാൻ സാധ്യമാകും. ഇറ്റ് ഈസ് ഓറലി അല്ലേ, ഒരാളിൽ നിന്ന് കേട്ടുകൊണ്ട്, ഒരാളിൽ നിന്ന് വാമൊഴിയായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭ്യമാകുന്നതാണ്. അതിലുള്ള സോഴ്സുകൾ എന്തൊക്കെയാണ്? ദ എൽഡേഴ്സ് ലിവിങ് നിയർ ദ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് താമസിക്കുന്ന മുതിർന്ന ആളുകൾ അല്ലേ, വയസ്സ് കൂടുതലുള്ള ആളുകളോട് ചരിത്രങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ലഭ്യമാകും. ദെൻ അലുമിനി, ദ ഓൾഡ് സ്റ്റുഡൻസ് ഫ്രം യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലെ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകും. PTA റെപ്രസെൻറ്റേറ്റീവ്സ്. ഓക്കെ, PTA പ്രതിനിധികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലഭ്യമാകും. ദെൻ ഡു വി നീഡ് മോർ ഡാറ്റ? ഇതല്ലാതെ ഇതിലും കവിഞ്ഞൊരുപാട് കാര്യങ്ങൾ, ഇൻഫോർമേഷൻസ് നമുക്ക് ലഭ്യമാവണോ? വി ക്യാൻ കളക്ട് മോർ ഡാറ്റ ഫ്രം സ്കൂൾ വിക്കി ഓഫ് IT at സ്കൂളിൻ്റെ വിക്കിയിൽ നിന്ന്, വിക്കിപീഡിയയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാവുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഏതെല്ലാം സോഴ്സുകളിൽ നിന്ന് നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. Through this we are giving and we are highlighting and focusing the importance of the recording of history. ചരിത്രത്തെ റെക്കോർഡ് ചെയ്തു വെക്കുന്നതിന്, അതിനെ എഴുതി വെക്കുന്നതിന്, അതിനെ ശേഖരിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂസിങ് ദ ഇൻഫോർമേഷൻ ആൻഡ് ഫോട്ടോസ് ഗാതേർഡ്, പ്രിപ്പയർ എ ബുക്ക് ടൈറ്റിൽഡ് ദ ഹിസ്റ്ററി ഓഫ് മൈ സ്കൂൾ. That it is a homework, it is a project, it is an assignment for you, that you have to collect all these and prepare a book on the name
ദ ഹിസ്റ്ററി ഓഫ് മൈ സ്കൂൾ, എൻ്റെ സ്കൂളിൻ്റെ ചരിത്രം എന്ന പേരിൽ ഒരു ബുക്ക് തയ്യാറാക്കുക. യു ക്യാൻ റിയലൈസ് ഇറ്റ് ഇൻ ദ ക്ലാസ് റിലീസ് ഇറ്റ് ഇൻ ദി ക്ലാസ് PTA മീറ്റിംഗ് ഓർ അസംബ്ലി. അതിന് നിങ്ങൾക്ക് ക്ലാസ് PTA അല്ലെങ്കിൽ അസംബ്ലിയിലോ വെച്ച് അതിനെന്ത് ചെയ്യാം, പ്രകാശന കർമ്മം നിർവഹിക്കാവുന്നതാണ്. ഇറ്റ് ഈസ് ദ റിട്ടൺ റെക്കോർഡ്സ് ആൻഡ് ഓറൽ ഇൻഫോർമേഷൻ ദാറ്റ് ഹെൽപ്ഡ് us ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് അവർ സ്കൂൾ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഏറ്റവും വലിയ ഫാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തെ റെക്കോർഡ് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ച രണ്ട് ഘടകങ്ങൾ. ദർ ആർ ടു ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് us ടു റെക്കോർഡ് ദ ഹിസ്റ്ററി ഓഫ് അവർ സ്കൂൾ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് റിട്ടൺ റെക്കോർഡ്സ്. Okay, souvenir, school diary, admission register, school register, etc. and etc. These are all the written records. Okay, then second one, it is the oral information that we are getting from the elders and the persons who are living at the time of establishment of school. Okay, then from these two factors, two sources, we are getting the information about the history of our school. Okay, these are the source of data for writing the history of the school. ഇതൊക്കെയാണ് സ്കൂളിൻ്റെ ചരിത്രത്തെ അടയാളപ്പെടുത്തി എടുക്കാൻ അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കാൻ ആവശ്യമായിട്ടുള്ള സോഴ്സുകൾ, സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ദ സോഴ്സസ് ദാറ്റ് യു ഡിപ്പെൻഡൻറ്റ് ടു റെക്കോർഡ് ദ ഹിസ്റ്ററി ഓഫ് യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിൻ്റെ ചരിത്രത്തെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വന്നത്, ഏതെല്ലാം സോഴ്സുകളിൽ നിന്നാണ് നിങ്ങളതിനെ തയ്യാറാക്കിയത് എന്നതാണ് അവിടെ ചോദിക്കുന്നത്. ദെൻ യു ഹാവ് ടു സേ വാട്ട് ആർ ദ സോഴ്സ് that you have collected the informations about your school. You can say that, and you can write the source of recording history of your school. Okay, then next we are discussing it subtitle searching for evidence. തെളിവുകളെ തേടുക, അന്വേഷിക്കുക. ഹിസ്റ്ററിയെ റെക്കോർഡ് ചെയ്തു വെക്കുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്താണ്? സെർച്ചിങ് ഫോർ എവിഡൻസ്, തെളിവുകളെ ശേഖരിക്കുക, അതിനെ അന്വേഷിക്കുക എന്നുള്ളതാണ്. Like the school, each family, village and country has its own history. Now we have already discussed about our school. നമ്മൾ സ്കൂളിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. സ്കൂളിനെ പോലെ തന്നെ മറ്റെന്തിനെല്ലാം ഉണ്ട്? ഓരോ ഫാമിലി, ഓരോ ഗ്രാമം, ഓരോ രാജ്യം, ഓരോ പ്രദേശം, എല്ലാത്തിനും അവയുടേതായ ചരിത്രങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ സ്കൂളിൻ്റെ ചരിത്രത്തെ റെക്കോർഡ് ചെയ്തു വെക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഓരോ ഫാമിലിക്കും, ഓരോ വില്ലേജിനും, ഓരോ പ്രദേശത്തിനും, ഓരോ രാജ്യങ്ങൾക്കും അവയുടേതായ ഹിസ്റ്ററികളുണ്ട് എന്നുള്ളതാണ്. വി ഗെറ്റ് ഇൻഫോർമേഷൻ ഓൺ ദി food habits, dress, dwelling places, occupation and administrative system of different ages through the historical inquiry. ചരിത്രപരമായ അന്വേഷണങ്ങളിലൂടെയാണ് നമുക്ക് വിവിധ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ ജനങ്ങളുടെ, സമൂഹങ്ങളുടെ, സമുദായങ്ങളുടെ, സൊസൈറ്റികളുടെ ഫുഡ് ഹാബിറ്റ്സ്, ഭക്ഷണശീലങ്ങൾ, അതുപോലെ തന്നെ അവരുടെ വസ്ത്രവിധാനങ്ങൾ, വസ്ത്രധാരണ രീതികൾ, ഡ്വെല്ലിംഗ്, അവരുടെ ആവാസ വ്യവസ്ഥകൾ, അതുപോലെ തന്നെ അവരുടെ തൊഴിൽ, അതുപോലെ തന്നെ അവരുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ്, ഇതെല്ലാം നമുക്ക് ചരിത്രപരമായ അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തിയെടുക്കാൻ സാധ്യമാവും. നമ്മുടെ സ്കൂളിൻ്റെ കാര്യങ്ങൾ, സ്കൂളുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് നമ്മൾ നേരത്തെയുള്ള സോഴ്സുകളിലൂടെ കണ്ടെത്തിയതുപോലെ തന്നെ കഴിഞ്ഞുപോയ ഓരോ സമൂഹത്തിൻ്റെയും വിവിധങ്ങളായിട്ടുള്ള ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളെ, ചരിത്ര യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ഇവയിലൂടെയെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ, ചരിത്രപരമായ അന്വേഷണങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ദിസ് ഇൻഫോർമേഷൻ ഹെൽപ്സ് us to recognize the gradual development that human beings attain through the different periods of history. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ദിസ് ഇൻഫോർമേഷൻ, ഈ അറിവുകളെല്ലാം ഹെൽപ്സ് us to recognize the gradual development, മനുഷ്യനുണ്ടായിട്ടുള്ള ഗ്രാജ്വലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, വികാസം, പുരോഗതി എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സഹായിക്കും. ദാറ്റ് ഹ്യൂമൻ ബീങ്സ് അറ്റൈൻ ത്രൂ ദി ഡിഫറെൻറ്റ് പീരീഡ്സ് ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തിൻ്റെ വിവിധ കാലങ്ങളിലായി മനുഷ്യൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ, അവൻ്റെ ഫുഡ് ഹാബിറ്റ്സിൽ, അവൻ്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ, അങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ദി പ്രോഗ്രസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് അക്വയർഡ് ഡൗൺ ദി ഏജസ്. ദെൻ വി ആർ ഗിവിങ് എ സ്പെസിഫിക് ഡെഫിനിഷൻ ഫോർ ദ ഹിസ്റ്ററി. ഹിസ്റ്ററിക്ക് നമ്മൾ പ്രത്യേകമായിട്ടുള്ള
ഒരു ഡെഫിനിഷൻ നൽകുകയാണ്. എന്താണ്? ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ദി പ്രോഗ്രസ്. പുരോഗതികളുടെ റെക്കോർഡിനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. എന്തിന്റെ പുരോഗതിയാണ്? ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് അക്വയർഡ് ഡൗൺ ദി ഏജസ്. കാലങ്ങളിലായി മനുഷ്യ സമൂഹം, മനുഷ്യൻ നേടിയെടുത്ത, ആർജിച്ചെടുത്ത, സ്വായത്തമാക്കിയ പുരോഗതികളുടെ റെക്കോർഡിനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. Then once more you have to understand the fact that what is history. Then history is the record of the progress that human beings acquired down the ages. കാലം ക്രമേണയായി മനുഷ്യ സമൂഹം നേടിയെടുത്ത പുരോഗതികളുടെ റെക്കോർഡിനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. Are you okay? Then we have already discussed about the relevance and the importance of the recording of history. ചരിത്രത്തെ റെക്കോർഡ് ചെയ്തു വെക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ബൈ ഡിസ്ക്രൈബിങ് ദ ഹിസ്റ്ററി ആൻഡ് ദ റെക്കോർഡ്സ് ഓഫ് ദി സ്കൂൾ. നമ്മുടെ സ്കൂളിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ റെക്കോർഡിങ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കി, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിനെ പോലെ തന്നെ ഓരോ ഫാമിലി, ഓരോ വില്ലേജ്, അതുപോലെ തന്നെ ഓരോ രാജ്യത്തിന് അവയുടേതായിട്ടുള്ള ചരിത്രമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, കാലങ്ങളിലായി മനുഷ്യ സമൂഹത്തിനുണ്ടായിട്ടുള്ള വളർച്ചയുടെ, വികാസത്തിൻ്റെ, അവൻ്റെ ഭക്ഷണ രീതികളുടെ, അവൻ്റെ തൊഴിലിൻ്റെ, അതുപോലെ തന്നെ അവൻ്റെ സംസ്കാരത്തിൻ്റെ, ഇതിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചരിത്രപരമായ അന്വേഷണങ്ങളിലൂടെ വിവിധങ്ങളായ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തിയെടുക്കാൻ സാധ്യമാകുമെന്നും നമ്മൾ സംസാരിച്ചു, ചർച്ച ചെയ്തു. Then finally we reached to the definition of the history. What it is? History is the record of the progress that human beings acquired down the ages. കാലങ്ങളിലായി മാനവിക സമൂഹം നേടിയെടുത്ത പുരോഗതികളുടെ റെക്കോർഡിനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്തത്. ഹോപ്സ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വെൽ. ഓക്കെ, ഇനിയും കാണാം. അടുത്ത ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.